എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2025 ബാങ്കിംഗ് നിയമ ഭേദഗതി സർക്കാർ വിജ്ഞാപനം ചെയ്തതോടുകൂടി ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടുകളുടെ നോമിനി വഹിക്കുന്നത് സംബന്ധിച്ചാണ്. 1949 ബാങ്കിംഗ് ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം അക്കൗണ്ട് ഉള്ളവർക്ക് ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. പുതിയ നിയമം പ്രാബല്യത്തിലായതോടുകൂടി ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി മുതൽ പരമാവധി 4 നോമിനികളെ വരെ ചേർക്കുവാൻ കഴിയുന്നതാണ്. ഒരേ സമയത്ത് തന്നെ 4 പേരെയും ചേർക്കുന്ന നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. ഒരേ സമയം നാമനിർദ്ദേശം ചെയ്യുമ്പോൾ നോമിനികളുടെ അവകാശം അക്കൗണ്ട് ഉടമ മുൻകൂട്ടി നിശ്ചയിച്ച അനുപാതത്തിൽ പണം ലഭിക്കും. ഉദാഹരണത്തിന് അക്കൗണ്ട് ഉടമ 4 പേരെ നോമിനികളായി നിർദ്ദേശിക്കുകയും അവർക്ക് യഥാക്രമം 40%, 30%, 20%, 10% എന്നിങ്ങനെയുള്ള വിഹിതം നിശ്ചയിച്ച് എന്ന് കരുതുക. നിക്ഷേപകന്റെ മരണശേഷം അക്കൗണ്ടിലുള്ള പണം നോമിനികൾക്ക് അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന അനുപാതത്തിൽ ഉടൻ ലഭിക്കുന്നതാണ്. ഓരോ നോമിനിക്കും നിക്ഷേപ തുകയുടെ അനുപാതം വ്യക്തമായി നിർദ്ദേശിക്കണം. കൂടാതെ മുഴുവൻ നിക്ഷേപ തുകയുടെയും കാര്യത്തിൽ നോമിനികൾക്കുള്ള അനുപാതം നിർദ്ദേശിക്കുകയും വേണം. ഇനി നോമിനി അക്കൗണ്ട് ഉടമയ്ക്ക് മുൻപേ മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരണപ്പെട്ട നോമിനിക്ക് വേണ്ടി നിർദ്ദേശിച്ച വിഹിതം നാമനിർദ്ദേശം ചെയ്തിട്ടില്ലാത്തതുപോലെ കണക്കാക്കും. അതുപോലെ നാമനിർദ്ദേശത്തിന്റെ ക്രമം വ്യക്തമാക്കി പരാമർശിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നാമനിർദ്ദേശത്തിൽ അവരുടെ പേരുകൾ പ്രത്യക്ഷപ്പെടുന്ന ക്രമത്തിൽ വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്തതായിട്ട് കണക്കാക്കുന്നതാണ്. സാധാരണയായി ഒരു നോമിനിയെയും നിയമിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിക്ഷേപകന്റെ നിയമപരമായ അവകാശിക്ക് പണം കൈമാറുന്നതിനായി രജിസ്റ്റർ ചെയ്ത വിൽപത്രം, പിന്തുടർച്ചാ അവകാശിക്ക് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ എന്നിവ ബാങ്കുകൾ പരിശോധിക്കും. അതുപോലെ ബാങ്ക് ലോക്കറുകൾക്കുള്ള നോമിനേഷനിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ ബാങ്ക് ലോക്കറുകളുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകൾക്ക് തുടർച്ചയായി 4 നോമിനികളെ വരെ നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും. ലോക്കർ ഉടമയുടെ മരണമുണ്ടായാൽ ഒന്നാമതായുള്ള നോമിനിക്ക് മുൻഗണന ലഭിക്കും. ഇത് ഘടനാപരവും തർക്കരഹിതവുമായ ഉടമസ്ഥാവകാശ കൈമാറ്റം ഉറപ്പാക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തത് മൈനർ ബാങ്ക് അക്കൗണ്ടുകൾക്ക്, അതായത് പ്രായപൂർത്തിയാകാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും നിയമപരമായിട്ടുള്ള രക്ഷകർത്താവ് മുഖേന സേവിങ്സ് അക്കൗണ്ടുകളും ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും തുടങ്ങുവാൻ പറ്റും. ഇനി 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് രക്ഷകർത്താവൊന്നുമില്ലാതെ തന്നെ സ്വതന്ത്രമായി അക്കൗണ്ട് തുടങ്ങുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. അതായത് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കൽ, പിൻവലിക്കൽ അടക്കമുള്ള വിനിമയങ്ങൾ നടത്തുവാൻ സാധിക്കും. അതേസമയം പണമിടപാട് പരിധി, പ്രായം എന്നിവയിൽ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. മൈനർ അക്കൗണ്ടുകളിൽ ആവശ്യമെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യം, ATM കാർഡ്, ചെക്ക് ബുക്ക് എന്നിവ നൽകാം. അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അമിതമായി പണം പിൻവലിക്കുന്നില്ലെന്നും ആവശ്യത്തിന് ബാലൻസ് സൂക്ഷിക്കുന്നുണ്ടെന്നും ബാങ്കുകൾക്ക് ഉറപ്പാക്കേണ്ടതുമാണ്. മൈനർ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് മുമ്പും ശേഷവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ KYC നടപടികൾ ഉറപ്പാക്കണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. മൈനർ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൈനർ അക്കൗണ്ടുകളിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം അനുവദിക്കുകയില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. മൈനർ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാനും സാധിക്കില്ല. ഇത്തരത്തിൽ ആരംഭിക്കുന്ന അക്കൗണ്ട് ഉടമകളായ കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ഒപ്പും മറ്റ് ബാങ്കും രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത ജൂലൈ 1-ാം തീയതിക്കകം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ബാങ്കുകൾക്ക് RBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ കുട്ടികളുടെ ഇടയിൽ സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യവും റിസർവ് ബാങ്കിനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.